കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതായിരിക്കും, ഉത്തർപ്രദേശിൽ പുതിയ ഒരു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉത്തർപ്രദേശ് എമ്പാടും നിന്നുള്ള സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ ബസ്സുകളിൽ നിറച്ച് അവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ ആശ അംഗൻവാടി തൊഴിലാളികളെയും മറ്റു തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തി അവിടെ എത്തിച്ചാണ് ആളെ കൂട്ടിയത്. കഴിഞ്ഞ ദിവസം മോദി ഗുജറാത്തിൽ ഒരു പരിപാടിയുമായി എത്തി. ഒരുപക്ഷെ മോദി വിചാരിച്ചത് മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്ത് ആയിരിക്കുമ്പോൾ വളരെയേറെ ആളുകൾ മോദിയെ കാണാനും കേൾക്കാനും എത്തുമെന്നായിരിക്കും. അങ്ങനെ വിചാരിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. കാരണം ആയിരക്കണക്കിന് ബസ്സുകളിലാണ് മോദിയുടെ ഈ റാലിക്ക് ആളുകളെ എത്തിച്ചത്. എന്നിട്ടും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇക്കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ കാണിച്ചു തരാം. ഈ ഏപ്രിൽ മാസത്തോടുകൂടി നമ്മുടെ ചാനലിനെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾക്ക് ഒരു ആധികാരികതയുണ്ട് എന്ന കാരണത്താൽ മാത്രമാണ് അത്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മോദിയുടെ സ്വന്തം നാടാണ് ഗുജറാത്ത്. അവിടെ വർഷങ്ങളായി മോദി മുഖ്യമന്ത്രി ആയിരുന്ന ശേഷമാണ് പിന്നീട് പ്രധാനമന്ത്രിയാകുന്നത്. അങ്ങനെയുള്ള ഗുജറാത്തിൽ പോലും 26-ൽ 25 ലോക്സഭാ സീറ്റുകളും നേടിയ മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ പോലും മോദിയെ കേൾക്കാൻ ആർക്കും താല്പര്യമില്ലാതെ ആയിരിക്കുന്നു. മിനിഞ്ഞാന്ന് ഗുജറാത്തിൽ മോദി നടത്തിയ റാലിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മന്ദഭക്തരുടെ ചങ്ക് പൊട്ടും. मुश्किल के समय हमारा देश एकजुट होकर खड़ा होता है। बीते कुछ समय से आप देख रहे हैं दुनिया के कई देश युद्ध, अशांति और अस्थिरता से घिरे। वेस्ट एशिया में जो हालत बने हुई है उनका असर पूरी दुनिया पर, ऊर्जा जरूरतों, डीजल, पेट्रोल, गैस की दिक्कत पूरी दुनिया में बढ़ रही है. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാം മോദി പ്രസംഗിക്കുന്നത്. എത്ര കഠിനമായ സാഹചര്യത്തിലും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ലോകത്തിലെ പല രാജ്യങ്ങളും യുദ്ധവും അശാന്തിയും അസ്ഥിരതയും കാരണം വിഷമിക്കുകയാണ്. എത്രമാത്രം കസേരകളാണ് കാലിയായി കിടക്കുന്നത് എന്ന് കണ്ടല്ലോ. 10,000 ഒരുപക്ഷെ 50,000 കസേരകളാണ് കാലിയായി കിടക്കുന്നത്. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ മോദി എത്തിയപ്പോഴാണ് ഈ സ്ഥിതി എന്ന് ഓർക്കണം. മോദിയുടെ വിഡ്ഢി വാക്കുകൾ ജനങ്ങളിൽ യാതൊരു പ്രതികരണവും, അതും ഗുജറാത്തിലെ ജനങ്ങളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കുന്നില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എത്ര വലിയ പന്തലാണ് നിറയെ ലൈറ്റുകളും ഫാനുകളുമായി വലിയ ലക്ഷറിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടോ. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് മോദിയുടെ ഓരോ റാലികളും സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിന് തെളിവ്. അവർക്ക് പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. 10,000 കോടി ബാങ്കുകളിലുണ്ട്. അത് കണക്കുള്ള പണം. കണക്കില്ലാത്ത പണത്തിന് യാതൊരു കണക്കുമില്ല. കൂലിക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ഇറക്കാൻ ശ്രമിച്ചിട്ടും ഇതാണ് അവസ്ഥ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, മുൻപൊരിക്കൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മോദിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത്, നിങ്ങളുടെ സ്വന്തം ഗുജറാത്തിൽ നിങ്ങളെ ഞാൻ തോൽപ്പിച്ച് കാണിക്കാമെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് ഒഴിഞ്ഞുകിടക്കുന്ന 10,000 കസേരകൾ. ഇവിടെ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി 2000 ബസ്സുകളാണ് അറേഞ്ച് ചെയ്തത്. 2000 ബസ്സുകൾ. ഓർക്കണം, ഗുജറാത്തിലെ മോദിയുടെ ഒരു റാലിക്ക് വേണ്ടി 2000 ബസ്സുകൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടും ഇത്ര വലിയ വേദി ഒരുക്കിയിട്ടും ആളുകൾ എത്തിയില്ല. സ്വന്തം കുടുംബക്കാർ തന്നെ മോദിയെ കൈവിട്ടു. ഇങ്ങനെ ആയിരക്കണക്കിന് ബസ്സുകൾ അവിടെ എത്തിയ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. കരകാണ കടലമേലെ എന്നതുപോലെയാണ് കണ്ണെത്താത്ത വിധം ദൂരത്തിൽ ആയിരക്കണക്കിന് ബസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബസ്സുകളിൽ പകുതി സീറ്റുകളിൽ പോലും ആളുകൾ ഇല്ലായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള ലേഖകർ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇവിടെ ഒരു ബസ് ചെളിയിൽ കുടുങ്ങി നീങ്ങാൻ ബുദ്ധിമുട്ടുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. മോദിയുടെ ഈ ആളില്ല കസേര റാലിയുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് AAP നേതാവ് പ്രിയങ്ക കക്കർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്:
മോദിയുടെ ജനപിന്തുണ രാജ്യത്ത് എവിടെയാണ് ഏറ്റവും കുറവ് എന്നറിയാമോ? അത് മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ജനങ്ങൾക്കാണ് മോദിയുടെ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി അറിയാവുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ മോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് അയാളെ കേൾക്കാൻ ആരും എത്തുകയില്ല എന്ന്? മറ്റൊരു എക്സ് യൂസർ ആയിരക്കണക്കിനുള്ള ബസ്സുകളിൽ ആളുകളെ എത്തിച്ച ദൃശ്യം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2000 ബസ്സുകളാണ് മോദിയുടെ റാലിക്ക് എത്തിച്ചത് എങ്കിലും പകുതിയും കാലിയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്, അടുത്ത പ്രാവശ്യം മോദിയെ ഗുജറാത്തിൽ പരാജയപ്പെടുത്തും എന്ന്. അതുതന്നെയാണ് ഗ്രൗണ്ടിലും കാണുന്ന യാഥാർത്ഥ്യം. അതുപോലെ തന്നെ 10,000-കണക്കിന് കസേരകൾ കാലിയായി കിടക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇതേ യൂസർ തന്നെ എഴുതിയതാണ് ഇത്. ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയുടെ പിന്തുണയില്ലാത്ത വിശ്വഗുരുവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇന്ന് പ്രൈം മോൺസ്റ്ററിന് ഗുജറാത്തിലെ ബനസ്കന്തയിൽ ഒരു റാലി ഉണ്ടായിരുന്നു. അതിൽ കോടിക്കണക്കിന് ആൾക്കൂട്ടമായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കണ്ടുകൊള്ളൂ എന്ന്. ഒരുപക്ഷെ മോദിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള സംസ്ഥാനം കേരളമായിരിക്കും. കാരണം കേരളത്തിലെ സംഘികളുടെ ഭരണത്തിന്റെ രുചി അറിയാത്തവരാണ്. ഏതാണ്ട് 13-14% വരുന്ന കേരള സംഘികൾ എങ്ങനെയും മോദിയെ കേരളത്തിൽ ഭരണത്തിൽ എത്തിച്ച് കേരളത്തെ ബീഹാറും ഊപ്പിയും പോലെ ആക്കുന്നതിനു വേണ്ടി സ്വപ്നം കാണുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ മോദിയെ പിന്തുണയ്ക്കുന്നവരായി 15% പേർ പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ സംഘികൾ ചോദിക്കും, ഞങ്ങൾ തെരഞ്ഞെടുപ്പുകൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുണ്ടല്ലോ എന്ന്. സത്യസന്ധമായി നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ എമ്പാടും നിന്നായി 50 സീറ്റുകൾ പോലും മോദിക്കും കൂട്ടർക്കും ലഭിക്കുകയില്ല എന്ന് ഈ സാഹചര്യത്തിൽ 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കും. എന്നാൽ രാജ്യത്ത് സ്വതന്ത്രമായിരിക്കേണ്ട എല്ലാ ഏജൻസികളെയും ദുരുപയോഗം ചെയ്ത് ആളുകളെ ഭീഷണിപ്പെടുത്തി ഏകാധിപതി മോദി ഭരണത്തിൽ കടിച്ചു തൂങ്ങുകയാണ്. എല്ലാ റാലികളിലും ആളുകളെ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്ത് നിർബന്ധിച്ച് ബസ്സുകളിൽ എത്തിക്കേണ്ട അതിദയനീയ അവസ്ഥയിലാണ് മോദി. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ എയർപോർട്ട് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികളെ കൊണ്ടുപോയതിന്റെ കാര്യങ്ങൾ കാണിച്ച് ആ വിദ്യാർത്ഥികൾ തന്നെ 100 കണക്കിന് റീലുകളാണ് മോദിയെ കളിയാക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും പോസ്റ്റ് ചെയ്തത്. എന്നാൽ അവരുടെ റീലുകളെല്ലാം മോദി മന്ത്രിസഭ സോഷ്യൽ മീഡിയ കമ്പനികളോട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുകൂടി പറഞ്ഞാൽ നഗ്നനായ രാജാവ് വലിയ ഭയത്തിലാണ് എന്ന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗുജറാത്തിൽ മാത്രമല്ല ഏത് സംസ്ഥാനത്തിലും ഇവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എളുപ്പമല്ല. കാരണം സ്വന്തമായി ഇവർക്ക് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്. യാതൊരു ലജ്ജയും ഇല്ലാതെയാണ് തുറന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ സെലക്ഷൻ കമ്മീഷൻ ആഞ്ഞു പ്രവർത്തിക്കുന്നത്. പക്ഷെ പരിപൂർണമായി ജനപിന്തുണ നഷ്ടപ്പെട്ട നഗ്നനായ രാജാവിന് അധികകാലം ജനങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ടു പോകാൻ ആവില്ല എന്ന് 100% ഉറപ്പിച്ചുകൊള്ളൂ. ഒരുപക്ഷെ അതിന് അല്പം കൂടി സമയമെടുത്തേക്കാം. എന്നിരുന്നാലും സംഘികളുടെ ഭരണത്തിന്റെ അവസാന കാലം അടുത്തു എന്നുള്ളതാണ് സ്വന്തം നാടായ ഗുജറാത്തിൽ മോദിയുടെ റാലിക്ക് 10,000-കണക്കിന് 50,000-കണക്കിന് കസേരകൾ കാലിയായി കിടക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നത്. സ്വന്തം നാട്ടിൽ പോലും മോദിയെ കേൾക്കാൻ അത് നിർബന്ധിച്ച ബസ്സുകളിൽ ആളുകളെ ഇറക്കിയിട്ട് പോലും ആളുകൾ എത്താതിരുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?